ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഖുതുബ പ്രഭാഷണത്തിൽ ഹബീബായ തങ്ങളുടെ വഫാത്തിന് ശേഷം പറഞ്ഞതും യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിം സഹോദരങ്ങളെ, സലുല്ലാഹ അൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ദുനിയാവിലും ആഖിറത്തിലും ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയാ നിങ്ങൾ ചോദിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം. ദുനിയാവിൽ നിങ്ങൾ ചോദിക്കേണ്ടത് അങ്ങനെയാണ്, ആഫിയത്ത്, ആരോഗ്യം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു ഈമാൻ നൽകിയതിനു ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് മിനൽ മുആഫാത്ത്, നിങ്ങൾക്ക് ആഫിയത്ത് തന്നുള്ളതാണ്. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നക ഉതീതൽ ആഫിയത ഫഖദ് അഫ്ലഹത. ദുനിയാവിലും ആഖിറത്തിലും ശാരീരികമായി അല്ലാഹു ഒരാൾക്ക് അനുഗ്രഹം ചെയ്താൽ, ആരോഗ്യം നൽകിയാൽ അവൻ വിജയം പ്രാപിച്ചവനത്രേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ആഫിയത്ത്, ആരോഗ്യം. ആരോഗ്യം, ഈ ആരോഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഈ ആരോഗ്യം, നമ്മൾ ചോദിച്ചു വാങ്ങിയ ആരോഗ്യം, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആദ്യമായി അല്ലാഹു ചോദിക്കുന്നത് ഈ ആരോഗ്യത്തെ കുറിച്ചാണ്. അതിനാണ് ഈ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞത്. ഈ ആരോഗ്യത്തെ കുറിച്ചായിരിക്കും നാളെ ആഖിറത്തിൽ ചോദിക്കും. കാരണം എന്താ? ഈ ആരോഗ്യം നിങ്ങൾ പാഴാക്കിയിട്ടുണ്ടോ? ഈ ആരോഗ്യം നിങ്ങൾ എന്തിന് ചെലവഴിച്ചു? എങ്ങനെ ചെലവഴിച്ചു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. എത്രയോ അശ്രദ്ധയായവർ, എത്രയോ സഹോദരങ്ങൾ അവർക്ക് വിലപ്പെട്ട, അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അവർ പാഴാക്കുകയാണല്ലോ. ഒന്ന് അസ്സിഹ്ഹത്തു, അല്ലാഹു അവർക്ക് നൽകിയ ആരോഗ്യം. രണ്ട് അൽ ഫറാഗ്, ഒഴിവ് സമയങ്ങൾ അവർ പാഴാക്കുകയാണ്. ഏറ്റവും വലിയ നിഅമത്ത്. ഇന്ന് യുവാക്കൾ ഈ രണ്ട് സമയങ്ങൾ, ഈ രണ്ട് നിഅമത്തുകളാണ് പാഴാക്കുന്നത്. ഒന്ന് അവരുടെ ആരോഗ്യം. കളി, ചിരി, തമാശ, ഗാനമേള, വെള്ളവടി, പാൻപരാഗ്, ഹാൻസ്, ചൈനി, കെയ്നി, പുകയില, ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ശരീരം മൊത്തം അവർ പാഴാക്കുന്നു. രണ്ട് ഒഴിവ് സമയത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇതുമായിട്ട് കൂട്ടുകാരുമായിട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഹറാമായ പ്രവർത്തനങ്ങൾക്ക് മൊത്തം അവർ കൂട്ടുനിൽക്കുന്നു ഒഴിവ് സമയങ്ങളിൽ. അങ്ങനെ പോകുമ്പോഴാണ് ആക്സിഡന്റ്. പത്രം എടുത്തു വെച്ച് നോക്കിയാൽ കാണുന്ന യുവാക്കൾ, കൂടുതലും യുവാക്കൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, ഓരോരോ പഠനത്തിന് വേണ്ടി, ഉന്നത ബിരുദമെടുക്കുന്നതിന് വേണ്ടി കേരളം വിട്ട് ഇന്റർസ്റ്റേറ്റിലൊക്കെ പോയി പഠിക്കുന്ന യുവാക്കൾ. ഇന്ന് സുഹൃത്തുക്കളെ, പത്രം എന്ന് നിങ്ങൾ എടുത്തു വെച്ച് നോക്കി, ഇന്നലെയുമുണ്ട്, ഇന്നുമുണ്ട്, എല്ലാ ദിവസവും എത്ര നല്ല നല്ല ചോരത്തിളപ്പുള്ള, എത്ര എത്ര സുന്ദര കുട്ടന്മാരായ യുവാക്കൾ വണ്ടിക്കടിയിൽ പെട്ട് ചതഞ്ഞെരിഞ്ഞ് മരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ കണക്കെടുത്തപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ 450 പേര് മരണപ്പെട്ടു ആക്സിഡന്റിൽ, യുവാക്കൾ. അതിൽ 400 പേരും മുസ്ലിമീങ്ങളാണ്. വെഹിക്കിളിന്റെ കണക്കാണ്. മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചു 400 പേരും അവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ യുവാക്കളാണ് അവർ മരണപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, 50 പേര് മാത്രം അമുസ്ലിമീങ്ങൾ. നമ്മുടെ സമയം നമ്മൾ എന്തിനു ചെലവഴിക്കുന്നു? നമ്മുടെ ശരീരം നമ്മൾ എന്തിനു ചെലവഴിക്കുന്നു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറയുന്നു, ഇന്ന അവ്വല മാ യുസലുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ പരമോന്നത സഭയിൽ ആദ്യമായി ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുന്നത് മിനൻ നഈം, അവന്റെ ആരോഗ്യത്തെ കുറിച്ചാണ്, അവന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ്. എന്താണ് ചോദിക്കുക? അലം നുസഹി ജിസ്മക വനുറവിക മിനൽ മാഇൽ ബാരിദ്. യുവാവേ, യുവതികളെ, സഹോദര സഹോദരി, നാം കുടിച്ചു തള്ളുന്ന വെള്ളമുണ്ടല്ലോ, നമ്മൾ ചവച്ചു തുപ്പുന്ന ഭക്ഷണമുണ്ടല്ലോ, ഇതിനെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടവരാണ്. നിന്നുകൊണ്ട് കുടിക്കുന്ന തണുത്ത വെള്ളം
വെള്ളമുണ്ടല്ലോ, പാപം ചെയ്തിട്ട് അവശനായി ബലഹീനനായവൻ അവന്റെ ശരീരത്തിന്റെ ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി അവൻ കുടിക്കുന്ന തണുത്ത വെള്ളം, ആ തണുത്ത വെള്ളത്തിന്റെ പേരിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമാധാനം പറയണം. ഇതിനു വേണ്ടി ഓടുകയും ചാടുകയും അവൻ അല്ലാഹു നൽകിയ ശരീരത്തിന്റെ ആരോഗ്യം ഏത് നിലയ്ക്ക് ചെലവഴിച്ചു, ആർക്ക് വേണ്ടി ചെലവ് ചെയ്തു, ഇതിനെക്കുറിച്ച് അവനോട് ചോദ്യമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അലം നുസഹി ജിസ്മക്, നിന്റെ ശരീരത്തെ നാം ആരോഗ്യപ്പെടുത്തിയില്ലേ? നിനക്ക് കണ്ണ് തന്നില്ലേ? നിനക്ക് നാവ് തന്നില്ലേ? നിനക്ക് മൂക്ക് തന്നില്ലേ? നിനക്ക് സൗന്ദര്യം നാം നൽകിയില്ലേ? ചോദിക്കും, എന്തിനാ തന്നത്? ഹബീബായ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് നിന്റെ പാദം ചലിപ്പിക്കാൻ കഴിയില്ല. ആദമിന്റെ മോനെ, ആദമിന്റെ മകളെ. അല്ലാഹു റസൂൽ പറയാണ്, ഇവിടുത്തെ റിമാൻഡൊക്കെയാണ് നമുക്ക് പേടി. പോലീസ് റിമാൻഡ്, പോലീസ് കസ്റ്റഡി, കോടതിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര പേടിയാണ്. അത് അള്ളാഹ് കാണിച്ചത്. ഇതൊക്കെ ഖല്ലീവൽ, ഇതൊന്നും ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിനും സമ്പത്തിനും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കോടതികളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷെ ആഖിറത്തിലെ കോടതിയിൽ ഇതൊന്നും നടക്കൂല. അവിടെ നടക്കൂല. അവിടെ കൂട്ടുകാരനും സുഹൃത്തുക്കളും എല്ലാവരും കാണും. പക്ഷെ ആർക്കും, അതാണ് അല്ലാഹു തആല ഓരോരുത്തർക്കും ഓരോ ഫൈൽ, ഓരോരുത്തർക്കും ഓരോ കാര്യം. അവരവരുടെ കാര്യങ്ങളല്ലാതെ കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല. യൗമ തകൂനു സമാഉ കൽമുഹൽ വതകൂനുൽ ജിബാലു കൽഇഹൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഈ വമാ ഫിൽ അർളി ജമീഅൻ ثم ينجي. നാളെ ഓരോ സഹോദരനും സഹോദരിയും റബ്ബിന്റെ പരമോന്നത കോടതിയുടെ മുന്നിൽ പോയി വിലപിക്കുന്ന വിലാപമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ അറിയിക്കുന്നത്. ചിന്തിക്കൂ, പാഠം ഉൾക്കൊള്ളൂ. തന്റെ ശിഷ്ട ജീവിതം അല്ലാഹുവിന്റെ വഴിയിലൂടെ നിങ്ങൾ ചലിപ്പിക്കൂ. സഹോദരാ, ഇന്ന് ദുനിയാവിൽ നമ്മെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ കാണും. ഒരാൾക്കൊരു രോഗം വന്നാൽ ശുശ്രൂഷിക്കാൻ കാണും. ഒരാൾ ജയിലിലായാൽ അവരെ മോചിപ്പിക്കാൻ ആള് കാണും. വല്ല ആപത്തുകൾ വന്നാൽ സഹായിക്കാൻ കൂട്ടുകാര് കാണും. പക്ഷെ ആഖിറത്തിലെത്തുമ്പോ, പരമോന്നത സഭയിലെത്തുമ്പോ, റബ്ബിന്റെ കോടതിയിൽ നിന്നെ തെളിച്ചു കൊണ്ടുവരുമ്പോ നീ ഒറ്റപ്പെട്ടവനായിരിക്കും. നിന്റെ കൂട്ടത്തിൽ കിടന്നുറങ്ങുന്ന നിന്റെ സഹധർമ്മിണി പോലും നിനക്ക് നാളെ എതിർ സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യം നീ നേരിട്ട് കാണാൻ പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആകാശങ്ങളെ ചുരുട്ടിയെറിയപ്പെടുന്ന ദിവസം, ഭൂമിയെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ദിവസം, ഭൂമിയെല്ലാം കടഞ്ഞ രോമങ്ങൾ പോലെ അല്ലാഹു അത് പറപ്പിക്കുന്ന ദിവസം. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ ദുനിയാവിൽ ആത്മാർത്ഥ സുഹൃത്ത് തന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കണ്ടില്ല എങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് അന്വേഷിക്കാറുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, ഒരുമിച്ച് കളിക്കുന്നവർ, ഒരുമിച്ച് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവർ, ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്നവർ, ഒരുമിച്ച് രസാനുഭൂതികളിൽ പങ്കെടുക്കുന്നവർ ആഖിറത്തിലെത്തുമ്പോ ദുനിയാവിൽ അവർ ചോദിക്കുന്നത് പോലെ തന്റെ കൂട്ടുകാരനെ കുറിച്ച് മറ്റൊരു കൂട്ടുകാരൻ അന്വേഷിക്കുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു ആത്മാർത്ഥ സുഹൃത്തും തന്നെ ആത്മാർത്ഥ സുഹൃത്തിനെ കുറിച്ച് ചോദിക്കുകയില്ല. യുബസ്സറൂനഹും. ഈ ദുനിയാവിൽ വഴി പിഴപ്പിക്കാനും
അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കാനും ഏതൊരു ചെറുപ്പക്കാരനോ ഏതൊരു യുവതിയോ തയ്യാറായിട്ടുണ്ടോ, വഴി പിഴച്ചവരെയും പിഴപ്പിച്ചവരെയും അതിന് കൂട്ടുനിന്നവരെയും അല്ലാഹു അതാ ആഖിറത്തിൽ വെച്ച് കാട്ടിക്കൊടുക്കുകയാ. യുബസ്സറൂനഹും, നിനക്ക് മദ്യം വാങ്ങി തന്നവനാണ് ഈ നിൽക്കുന്നവൻ, നിനക്ക് വ്യഭിചാരശാല കാട്ടി തന്നവനാണ് ഈ നിൽക്കുന്നവൻ, നിന്നെ മോശമായ വഴികളിലേക്ക് തെളിച്ചവനാണ് ഈ നിൽക്കുന്നവൻ, ഇതാ നിന്റെ കൂട്ടുകാരനല്ലയോ. അല്ലാഹു അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോ വലാ യസ്അലു ഹമീമുൻ ഹമീമാ, എനിക്ക് കാണണ്ട റബ്ബേ, എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട റബ്ബേ, എന്റെ സ്വന്തം ശരീരത്തെ നീ ഒന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാഹ്. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ, സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമോനെ പൊന്നുമോളെ സ്നേഹിക്കാത്ത മാതാക്കളാരാണ്, പിതാക്കളാരാണുള്ളത്? എവിടേക്ക് പോയാലും ആ പൊന്നു മക്കളെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുട്ടികൾക്ക് ദുനിയാവിൽ വെച്ചൊരാപത്ത് വന്നാൽ നീ വിലപിക്കുകയും നെഞ്ചിലടിച്ച് കരയുകയും ചെയ്യുമെങ്കിൽ ഇതാ ഈ പൊന്നുമോനെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ വെച്ച് നീ ഇതാ ബലി നൽകുകയാ, പ്രായച്ചിത്തം നൽകുകയാണ്. പടച്ച റബ്ബിന്റെ മുന്നിൽ നീ പറയുന്നു, ആഖിറത്തിന്റെ ഭയാനകതകൾ കാണുമ്പോ റബ്ബിനോട് തന്റെ കുഞ്ഞു മകനെ എടുത്തു നിർത്തിക്കൊണ്ട് പറയുന്നു, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീ, അല്ലാഹുവേ, എന്റെ മകനെയോ എന്റെ മകളെയോ നിനക്ക് പ്രായച്ചിത്തമായി നൽകാം. സുമ്മയുൻജീ, നരകകുണ്ടാരത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ, ഈ മഹിഷറ വൻസഭയിൽ നിന്ന്, ഈ കാണുന്ന തീയിൽ നിന്ന്, ഈ ക്ഷോഭവും ഇരമ്പലമുള്ള നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റണമേ. അതിന് എന്റെ മക്കളെ നിനക്ക് ബലി നൽകാം റബ്ബേ. ഇന്ന് മക്കളെ മക്കളെ എന്ന് പൂജിക്കുന്ന മാതാപിതാക്കളെ, മക്കൾക്ക് വേണ്ടി തന്റെ ജീവിതം നശിപ്പിക്കാൻ തയ്യാറുള്ള മാതാപിതാക്കളെ, മക്കൾക്കൊരു ജോലി കിട്ടാൻ കോടികൾ വലിച്ചെറിയുന്ന മാതാപിതാക്കളെ, മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹനം ചെയ്യാൻ ഏത് മന്ത്രിമാരുടെയും അധികാരികളുടെയും പടിവാതിൽക്കൽ പോയി ക്യൂ നിന്നുകൊണ്ട് മക്കളുടെ ദുനിയവീ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മാതാക്കളെ, നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ മക്കളെ തള്ളിപ്പറയുന്ന ദിവസമുണ്ടാകും. ബിബനീ, എന്റെ മക്കളെ നിനക്ക് തരാം റബ്ബേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? തീർന്നില്ല. വസാഹിബതിഹി വഅഖീ, തനിക്കിടയിൽ രഹസ്യമില്ല, തനിക്കിടയിൽ പരസ്യമില്ല, രാഗാനുരാഗത്തിന്റെ സമഞ്ജസമായ സമ്മേളനമാണ്. തന്റെ ഭാര്യ തന്റെ എല്ലാം എല്ലാമാണ്, തന്റെ വിരിപ്പാണ്, തന്റെ രഹസ്യം പങ്കിടുന്നവളാണ്, തന്നോടൊപ്പം ചേർന്ന് കിടക്കുന്നവളാണ്, താൻ വരാൻ താമസിച്ചാൽ ഫോൺ വിളിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവളാണ്, ഒരുമിച്ച് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് സന്തോഷവും സല്ലാപവും പങ്കിടുന്നവരാണ്. ഇതാ ഓർത്തുകൊള്ളുക ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഈ സന്തോഷത്തിന് തിരശീല വീഴുകയാ. ഓരോ അഹങ്കാരികളും ഓരോ അധർമ്മവാദികളും ഓരോ പാപികളും നാളെ റബ്ബിന്റെ കോടതിയിൽ പോയിക്കൊണ്ട് പറയും, എന്റെ ഭാര്യയെ നിനക്ക് പ്രായച്ചിത്തം നൽകാമല്ലാ. സുമ്മയുൻജീ, എന്നെ നീ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ റബ്ബേ? ഭാര്യയെ കൊടുക്കും. വസാഹിബത്തിഹി, അവന്റെ ഭാര്യയെ. വഅഖീ, തനിക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന തന്റെ സഹോദരനെ വേണമെങ്കിൽ നൽകാം റബ്ബേ. സുമ്മയുൻജീ, ഒന്ന് രക്ഷപ്പെടുത്തണം നരകത്തിൽ നിന്ന്, എന്റെ ആഗ്രഹം അതാണ്. തീർന്നില്ല. ഉപ്പ ഉമ്മ. ദുനിയാവിൽ തനിക്ക് അഭയം നൽകിയ മാതാക്കളാരാണോ, പിതാക്കളാരാണോ, രക്ഷകർത്താക്കളാരാണോ, ആരെ വേണമെങ്കിലും നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കാം. എന്റെ ലക്ഷ്യം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നതാ. ഉപ്പായ ഉമ്മായൊക്കെ പണയം വെക്കാൻ നമ്മൾ തയ്യാറാകും. ആ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹ് നമ്മൾ എത്തിക്കാതിരിക്കട്ടെ. നാളെ ആഖിറത്തിലെ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുകയാണ്. എനിക്ക് അഭയം തന്നവരെ മുഴുവനും നിനക്ക് ഞാൻ തരാമല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി എന്റെ തടി സലാമത്താക്കി താ.
എന്റെ തടി സലാമത്താക്കി തീർന്നില്ല. വമാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സകലമാന മനുഷ്യരെയും നിനക്ക് വേണ്ടി ഞാൻ പ്രായശ്ചിത്തം നൽകാം. സുമ്മയുൻജീ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാഹ്?